കഴിഞ്ഞ 9 വർഷക്കാലമായും ഈ ശബരിമലയ്ക്ക് വേണ്ടിയോ ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടിയോ ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ധാരാളം കോൺക്ലേവുകൾ നടത്തുന്നത് പോലെ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നതിനെയാണ് ഞങ്ങൾക്ക് എതിർപ്പുണ്ടായത്. ഞങ്ങൾ എന്നിട്ടും ബഹിഷ്കരിക്കാൻ പറഞ്ഞില്ല. ഞങ്ങൾ പറഞ്ഞത് എന്താണ്? 2 കാര്യങ്ങളിൽ ഗവൺമെന്റ് വ്യക്തത വരുത്തണം. ഒന്ന്, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് കൊടുത്ത സുപ്രീം കോടതി കൊടുത്ത അഫിഡവിറ്റ് പിൻവലിക്കണം, അല്ലെങ്കിൽ അത് തിരുത്തണം. അതിനെപ്പറ്റി മുഖ്യമന്ത്രി തന്റെ നിലപാട് വ്യക്തമാക്കണം. 2, നാമജപ ഘോഷയാത്ര നടത്തിയ ആളുകളുടെ പേരിലുണ്ടായിരുന്ന കേസുകൾ പിൻവലിക്കണം. ഈ 2 കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഗവൺമെന്റ് അതിന് മറുപടി പറയുമെന്ന് കരുതി. ഗവൺമെന്റ് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം ഞങ്ങൾ ആലോചിക്കുമായിരുന്നു. പക്ഷെ ഗവൺമെന്റ് ഈ കാര്യത്തിൽ വളരെ നിഷേധാത്മകമായ സമീപനമാണ് കാണിച്ചത്. അതിലുള്ള പ്രതിഷേധം കാരണമാണ് ഞങ്ങൾ ആരും പോകേണ്ട തീരുമാനിച്ചത്. പക്ഷെ ബഹിഷ്കരണം എന്നുള്ള നടപടി ഇല്ലായിരുന്നു. അയ്യപ്പ ഭക്തിയുടെ കാര്യത്തിലും ശബരിമലയുടെ സംരക്ഷണത്തിന്റെ കാര്യത്തിലുമെല്ലാം ഏറ്റവും കൂടുതൽ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുള്ളത് UDF ഗവൺമെന്റുകളാണ്. കോൺഗ്രസ് പാർട്ടി ആ കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമാണ്. ഞങ്ങൾ വിശ്വാസ സമൂഹത്തോടൊപ്പമാണ് ഏത് കാലഘട്ടത്തിലും. ഞങ്ങൾ വിശ്വാസികളെ സംരക്ഷിക്കുകയെ മുന്നോട്ട് പോയിട്ടുള്ളൂ. നാളെയാണെങ്കിലും വിശ്വാസ സമൂഹത്തോടൊപ്പം തന്നെയായിരിക്കും ഞങ്ങൾക്ക്. ഇപ്പോൾ ഈ കോൺക്ലേവ് നടത്തിയ ആളുകൾ അവർക്ക് കപടഭക്തിയാണ്. മുദ്രാവാക്യം വിളിക്കുന്ന രീതിയിലാണ് അയ്യപ്പന് ശരണം വിളിക്കുന്നത്. അത് തന്നെ എല്ലാവരും കണ്ടതാണ്. അപ്പൊ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇതിൽ നിന്ന് 10 വോട്ട് കിട്ടുമോ എന്ന് കരുതിക്കൊണ്ട് നടത്തിയ ഒരു എക്സസൈസ് മാത്രമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. ഞങ്ങൾ അതുകൊണ്ടാണ് ഗവൺമെന്റ് മറുപടി പറയാത്ത സാഹചര്യത്തിലാണ് പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിച്ചത്. പക്ഷെ ആരെങ്കിലും പങ്കെടുക്കുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പുമില്ലായിരുന്നു. കാരണം ശബരിമലയുടെ കാര്യം വരുമ്പോൾ ആരെങ്കിലും പങ്കെടുത്തതിന് ഞങ്ങളിതിനെ എതിർക്കേണ്ട കാര്യം എന്താണ്? ആ നിലപാടാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ സ്വീകരിച്ചത്. അങ്ങനെ ഞാൻ NSSന്റെ നിലപാട് വളരെ വ്യക്തമായി തന്നെ ഞാൻ വായിച്ചു നോക്കും. NSS എന്നും മതേതര നിലപാട് എടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. RSSനെയോ BJPയോ ഇന്ന് വരെ NSSന്റെ ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കാത്ത നിലപാടുള്ള പ്രസ്ഥാനമാണ് NSS. അവരെന്താ പറഞ്ഞത്? NSS ജനറൽ സെക്രട്ടറി പറഞ്ഞത്, ഞങ്ങൾ ശബരിമല കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് ഇതാണ്. ഗവൺമെന്റ് എടുത്ത നിലപാടിനോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നു. ആയിക്കോട്ടെ. അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. രാഷ്ട്രീയത്തിൽ ഞങ്ങൾ എടുത്ത നിലപാട് സമദൂരമാണ്, അതിൽ മാറ്റമില്ല. സമദൂരത്തിൽ മാറ്റമില്ലാത്തിടത്തോളം കാലം രാഷ്ട്രീയ നിലപാടിൽ എന്ത് മാറ്റമാവുള്ളേ?